ഇന്നൊരു കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി അരി വെള്ളത്തിടാൻ പോവാണ്. ഞാൻ ഇടുന്നത് ഇതിന് 1 ഗ്ലാസ് അരിയാണ് ഇടുന്നത്. അപ്പം നമ്മൾ അരിക്കകത്തും തുമര, പയർ, അതുപോലുള്ള സാധനത്തിനകത്ത് ഓരോ കറുവപ്പട്ട ഇട്ട് വെച്ചാൽ അതിനകത്ത് ഈച്ചയും ചെള്ളുമൊന്നും പിടിക്കാതിരിക്കും. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമുക്ക് ഈ അരിയെ കുതിരാനിടാം. അപ്പം കലത്തപ്പം ഉണ്ടാക്കാനുള്ള അരിയുടെ കൂന്ന് വന്നു. ഇത് നമുക്ക് അരച്ചെടുക്കാം. ഇനി ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റുവാണേ. കൂടെ ഒരു കുഞ്ഞ് ബൗള് ചോറ് ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങ, ജീരകം, ഒരു 2 ഏലക്ക, വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ അരി എടുത്ത ഗ്ലാസ്സിൽ തന്നെ ഒരു 3/4 ഗ്ലാസ് വെള്ളം എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിനി അരച്ചെടുക്കാം. ഞാനിപ്പം അരി അരച്ചെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി. ഇനി നമുക്കിതിനകത്ത് ഒരു സ്വല്പം ബേക്കിംഗ് സോഡ ചേർക്കാം. ഒന്ന് ഇളക്കി വയ്ക്കാം. മാവ് ഇളക്കി വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള ശർക്കര, ഇത് 1 ശർക്കര ഉണ്ട്. ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. ചൂടോടുകൂടി നമുക്ക് ഈ മാവിലോട്ട് ഈ ശർക്കര പനി ഒഴിച്ച് കൊടുക്കാം. ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ശർക്കര പരിഗണിച്ച് നന്നായി ഇത് ഇളക്കി. ഇനി നമുക്കിത് അടുപ്പിൽ വയ്ക്കാം. അതിന് വേണ്ടി നമുക്ക് വേണ്ടത് ഉള്ളി അരിഞ്ഞതും തേങ്ങാക്കൊത്തുമാണ്. ഞാൻ 2 ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉള്ളി അരിഞ്ഞതും തേങ്ങാക്കൊത്തും ഇത് രണ്ടും കൂടി ഇട്ട് നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് കുക്കറിനകത്താണ്. അപ്പം അതിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തു. കൂടെ 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇനി നമ്മുടെ തേങ്ങാക്കൊത്ത് എന്നിട്ട് വറുത്തെടുക്കാം. തേങ്ങ വറക്കാൻ നോക്കാം. തേങ്ങാക്കൊത്ത് ചെറുതായി മൂത്ത് വന്നിട്ട് നമുക്കൊക്കെ ഉള്ളി ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളി, ചെറിയ ഉള്ളി, ഉള്ളി കൂടെ മൂത്ത് വരട്ടെ. അപ്പം നമ്മുടെ തേങ്ങ കൊത്തിയതും ഉള്ളി ഇവിടെ മൂത്ത് വന്നെങ്കിൽ നമുക്ക് നമ്മുടെ മാവ് ഒഴിച്ചെടുക്കാം. കുക്കർ അടച്ച് വയ്ക്കാം. കുക്കറിൻ്റെ മണ്ടയ്ക്ക് വെയിറ്റ് ഇടുണ്ടായേ. അപ്പം ഞാൻ എൻ്റെ കലത്തപ്പം ഒന്ന് തുറന്ന് നോക്കട്ടെ എങ്ങനെയുണ്ട് നമുക്ക്. എൻ്റെ കലത്തപ്പം ഇവിടെ റെഡിയായി. എൻ്റെ കലത്തപ്പം ഇവിടെ വലിയ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. മുറിക്കാനൊക്കെ ചില പാടായിരുന്നാലും വലിയ കുഴപ്പമില്ലേ.
നൂല് പോലൊക്കെ വന്നിട്ടുണ്ട്, നന്നായിട്ടുണ്ട് ഒരു വിധം. ഞാൻ ആദ്യമായിട്ടുണ്ടാക്കും, അത് കണ്ടിട്ടേ ഉള്ളൂ. ഞാൻ കഴിച്ചിട്ടുമില്ല, ഉണ്ടാക്കിയിട്ടുമില്ല, ആദ്യമായിട്ടാണ്. നിങ്ങളൊക്കെ എന്നെ ഫോളോ ചെയ്യണേ. എനിക്ക് ലൈക്കും ഷെയറും എല്ലാം നൽകണം നിങ്ങൾ കേട്ടോ. അതെ, നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ, ഞാൻ ഉണ്ടാക്കിയതുപോലെ.